ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ എക്സാം രജിസ്ട്രേഷന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും അറിയായിരിക്കും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ 2025 ഡിസംബറിലെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. സോ ഇതിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കുന്ന എക്സാം സെൻറ്ററിന് കിട്ടുമോ, ഇനി കിട്ടിയിട്ടുള്ള എക്സാം സെൻറ്ററിൽ തന്നെ നമുക്ക് എല്ലാ പേപ്പേഴ്സിൻ്റെയും എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് ആയിരുന്നു ഈ കിട്ടിയിട്ടുള്ള എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ കറൻ്റ്ലി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 എക്സാം സെൻറ്റേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും യൂണിവേഴ്സിറ്റി തരുന്നില്ല. അപ്പോൾ എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള എക്സാം സെൻറ്ററിൽ തന്നെ എല്ലാ പേപ്പേഴ്സും എഴുതാൻ പറ്റുമോ എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നത് എക്സാം രജിസ്ട്രേഷൻസ് വൈകി ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് എല്ലാ പേപ്പേഴ്സും എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ബാക്കി വരുന്ന പേപ്പേഴ്സ്, അതായത് എഴുതാനുള്ള പേപ്പേഴ്സ് ഇനി വരുന്ന ഒരു ബാച്ചിൻ്റെ എക്സാമിൻ്റെ കൂടെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവസാന നിമിഷങ്ങളിൽ ഈ ഒരു പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെൻറ്ററിൽ തന്നെ ഇവർക്ക് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷനും കിട്ടുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും അവിടെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ വൈകുന്തോറും ആണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം സെൻറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ആയിരിക്കും നിങ്ങളുടെ കൺഫേംഡ് എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ എക്സാം സെൻറ്റർ കൺഫേം ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ വൈകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിലെ സീറ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ വൈകുന്തോറും യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്ന ഓരോ ഓപ്ഷൻസും റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ച് എന്നല്ല, ഇനി വരുന്ന എല്ലാ ബാച്ചിലെയും എക്സാമിൻ്റെ രജിസ്ട്രേഷൻ എല്ലാ സ്റ്റുഡൻസും മാക്സിമം നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ഡിസംബറിലെ എക്സാം എന്നല്ല, ഇനി വരുന്ന എല്ലാ എക്സാമിൻ്റെയും രജിസ്ട്രേഷൻസ് നിങ്ങൾ എല്ലാ സ്റ്റുഡൻസും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. വൈകുന്തോറും ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ തന്നെ ആയിരിക്കും അവസാന നിമിഷങ്ങളിൽ അനുഭവിക്കുന്നത്. ദൂരെ സെൻറ്ററുകളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എക്സാമൊക്കെ എഴുതേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ലേറ്റ് ഫീ കൂടാണ്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ 2025 ഡിസംബറിലെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 6 ആണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നമുക്കിനി അധിക ദിവസങ്ങളൊന്നും ബാക്കിയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഫെർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.